നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ തിരുച്ചെന്തൂരിൽ നിന്ന് രാത്രി പുറപ്പെട്ടു കേട്ടോ. പോകുന്നത് ഞങ്ങൾ കന്യാകുമാരിയിലേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിൽ അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കണേ കണ്ടില്ലേ. ഇന്നലെ രാത്രി 3 മണിക്ക് ഞങ്ങൾ കിടന്നത് കേട്ടോ. റൂമെത്തിയിട്ട് വെളിച്ചാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഉദയം കാണണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ പുറം നോക്കിയപ്പോൾ അവിടെ നല്ല മഴക്കാറ് ആകാശത്തുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ആകാശത്ത് മഴക്കാറ്. അപ്പോൾ ഒരിക്കലും ഉദയം കാണാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കന്യാകുമാരി അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ, ദേവിയെ തൊഴാനായിട്ട്. അപ്പോൾ ദാ നോക്കൂ, ദാ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപമാണ് കേട്ടോ. അവിടെ കണ്ടില്ലേ ദൂരെ. ഏഴര മണിയായിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പോൾ ആദ്യം ദേവീ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും നേരത്തെ വന്ന് ദേവി ദർശനമൊക്കെ ചെയ്ത് പോയതാ. അപ്പം നല്ല തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ ചെല്ലുമ്പോൾ എന്താവും നോക്കട്ടെ. ഇപ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ വഴി കൂടെയാണ് കേട്ടോ ഞങ്ങൾ പോകേണ്ടത്. 2 സൈഡിൽ നിറയെ കടകളാണ്. പലതരത്തിലുള്ള സാധനങ്ങൾ, തുണികൾ, മാലകൾ, വളകൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും വിൽക്കാൻ വെച്ചിരിക്കുന്ന 2 സൈഡിലും കടകൾ ആണ് ഇപ്പോൾ. കണ്ടില്ലേ, ഈ വഴി നേരെ പോണത് കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലേക്കാണ് കേട്ടോ. നല്ല വഴിയാണല്ലേ. കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാം. ഇവിടെയൊക്കെ നല്ല സുഖമായിട്ട് നനയാതിരിക്കാൻ മുകൾ ഭാഗത്ത് ഡ്രസ്സ് അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പോവാട്ടോ. അതാ കണ്ണു അമ്പലം. ആ അറ്റത്ത് കണ്ടാണ് ദേവീ ക്ഷേത്രത്തിൻ്റെ കവാടാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. കണ്ടു അവിടെ ആൾക്കാർ നിൽക്കുന്നത്. ഇനി കുറച്ച് വഴി താഴെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടായിട്ടുണ്ട്. വെള്ളയും ചുവപ്പും വരവരയായിട്ടാണ് ഇവിടുത്തെ മതിലുകൾ. അറിയാലോ, തമിഴ്നാട്ടിലത്തെ എല്ലാ ക്ഷേത്രങ്ങളുടെയും മതിലുമ്മ ഇതേപോലത്തെ വര ഉണ്ടായിരിക്കും, വെള്ളയും ചുവപ്പും. കണ്ടോ, ഇപ്പോൾ ഇവിടെ തൊട്ടേ ക്ഷേത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. വലിയ മതിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോയത് നോക്കൂ, ഞങ്ങൾ പോണത് റൈറ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ ദൂരം, അതായത് ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗമാണ് കാണുന്നത്. എത്ര ദൂരം അല്ലേ. ഞാൻ സ്പീഡിലിട്ടൊക്കെയാണ് ഇപ്പോൾ വീഡിയോ കേട്ടോ. അത്രയും വലിയ ഒരു കോമ്പൗണ്ടിനുള്ളിലാണ് ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്തുള്ള മതിലാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഇനി റൈറ്റിലേക്ക്, ഇനി കുറച്ച് കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയണം. തിരിഞ്ഞ് ഇങ്ങോട്ട് കടന്നപ്പോഴാണ് മനസ്സിലായത്. കണ്ടോ, അവിടെ ആ അറ്റത്ത് കാണുന്ന പ്രതിമ കണ്ടില്ലേ, തിരുവള്ളുവരുടെ പ്രതിമയാണ്. അത് കടലിലാണ് കേട്ടോ. ഈ സൈഡ് കടലാണ്, മനസ്സിലായല്ലോ. കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ, ദേവീ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഈ ഭാഗം കടലാണ്. അതെനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ക്ഷേത്രത്തിലേക്ക് ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിലും പണ്ട് വന്നിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ദേവീ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ദേവി, കന്യാകുമാരി ദേവിക്ക് ദേവിയെ തൊഴുമ്പോൾ മൂക്കുത്തി കണ്ട് തൊഴണം എന്നാണ് പറയുക. അത്രയും വൈരമൂക്കുറ്റി എന്ന് പറയുക. കണ്ടോ, നോക്കൂ, ഇതാ കണ്ടത് എന്താണെന്നറിയോ, അത് വിവേകാനന്ദ പാറയും അവിടെ നിന്ന് തിരുവള്ളുവരുടെ പ്രതിമയുള്ള സ്ഥലത്തേക്കുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. തിരുവള്ളുവരുടെ പ്രതിമ ആ ഗ്ലാസ് ബ്രിഡ്ജാണ്. കണ്ടോ അത്. ടിക്കറ്റ് കാണാൻ സ്ഥലം അത് വിവേകാനന്ദ പ്രതിമ. കണ്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ ഈ സൈഡ് കടലാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ചുമര, അതിൻ്റെ മതിൽ കണ്ട. കുറച്ചുകൂടി ദൂരേക്ക് പോകാം. അറ്റത്തേക്ക് പോകുമ്പോഴാണ് പ്രവേശന കവാടം. ശരിക്കും നമ്മൾ പുറം ഭാഗം ഒന്ന് പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം എന്ന് പറയാൻ പറ്റില്ല, പ്രദക്ഷിണം വെച്ചേക്കണത് കേട്ടോ.
ഇത് മുമ്പ് കാണാൻ പറ്റിയില്ലേ? ക്യൂ കണ്ടോ ടിക്കറ്റ്? ഒരിടാം. ഞങ്ങൾ ചെരുപ്പ് പുറത്ത് ഇവിടെ ഊരിട്ടു. പക്ഷെ ഫോണൊക്കെ നമുക്ക് കൈ പിടിക്കാം കേട്ടോ. അത് സൂക്ഷിക്കാൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ക്ഷേത്രത്തിനുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രം. അപ്പം ഞങ്ങൾ എന്തായാലും അമ്പലത്തിനുള്ളിൽ കടന്നിട്ട് നന്നായിട്ട് തൊഴുതു. മാത്രമല്ല സ്പെഷ്യൽ പുഷ്പാഞ്ജലിയും ഞങ്ങൾ ചെയ്യിച്ചു കേട്ടോ. അത്ര സൗകര്യമായിട്ട് ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചു ഈ പ്രാവശ്യം കേട്ടോ. മാത്രമല്ല ദേവിയുടെ വൈരമൂക്കുത്തി കണ്ട് തൊഴാന്നൊക്കെ പറഞ്ഞില്ലേ, എന്ത് ഭംഗിയാണെന്നറിയോ. അതായത് ഇടത് ഭാഗത്ത് ഒരു വൈരക്കല്ല് വെച്ച മൂക്കുത്തി, പിന്നെ മൂക്കിൻ്റെ പാലല്ലി അവിടെ മറ്റൊരു മൂക്കുത്തിയും കൂടി ഉണ്ട്. അപ്പോൾ 2 ലൈറ്റില്ല അവിടുത്തെ വിളക്കിനുള്ളിൽ ഈ 2 വൈരമൂക്കുത്തികളും തിളങ്ങച്ച ഭയങ്കര നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത്. വിളക്കിൻ്റെ പ്രകാശത്തിൽ അത് ചുമന്ന കളറായിട്ട് കാണും. അപ്പം നമ്മളിതേ കടക്കാൻ പോവാണ് കേട്ടോ. ഉള്ളിലേക്ക് കടന്നിട്ട് ഞങ്ങൾ സുന്ദരമായിട്ട് തൊഴുതു. ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് തൊഴുതു. അപ്പം നമുക്ക് വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ല, ഫോട്ടോ എടുക്കാനും പറ്റില്ല. എങ്കിലും മനസ്സ് നിറയെ കണ്ണ് നിറയെ കണ്ട് തൊഴുതു. പുറത്തേക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്നിട്ട് പുറം ഭാഗത്ത് ഞങ്ങൾ പ്രദക്ഷിണം വെച്ചപ്പോഴുള്ള ഇവിടുത്തെ ഓരോ വഴിപാടുകളുടെ വിവരങ്ങളാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇത് ബാക്ക് ഭാഗമാണ് കേട്ടോ. അപ്പം ഞാനെടുത്തു, ഫോൺ എടുത്തതൊക്കെ പിടിച്ചതാണ്. ഇതിനുള്ളിലാണ് കേട്ടോ ക്ഷേത്രം. ഇവിടെ ആൾക്കാർ കണ്ട ഉള്ളിലേക്ക് കിടക്കണത്. ഇപ്പം ഞങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അപ്പോഴാണ് ധൈര്യമായിട്ട് ഇനി ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുള്ളല്ലോ. അങ്ങനെ നിങ്ങൾ കന്യാകുമാരി ദേവിയെ കണ്ടിട്ടില്ലെങ്കിൽ ഇത്ര അതിരാവിലെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇത്തിരി വൈകി കഴിഞ്ഞാൽ തിരക്കൊക്കെ കുറയും കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ സുഖമായിട്ട് കാണാൻ പറ്റിയത്. നന്നായിട്ട് തൊഴുതു. എനിക്ക് തൃപ്തിയായി കേട്ടോ, അത്ര ഇഷ്ടമായി. മാത്രമല്ല സ്പെഷ്യൽ വഴിപാടുകൾ ചെയ്യാനും സാധിച്ചു. 100 രൂപ കൊടുത്താൽ വീട്ടിലുള്ള എല്ലാവരുടെയും പേരും നാളൊക്കെ പറഞ്ഞ് നല്ല അർച്ചനയൊക്കെ നടത്തി പ്രസാദം സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ അതായത് പറഞ്ഞ കൂടുതൽ സന്തോഷമായെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ. തിരിച്ചു പോരുമ്പോൾ ചുറ്റും കടകളാണ്. മുല്ലപ്പൂവൊക്കെ വാങ്ങി തന്നു രാജേട്ടൻ എനിക്ക്. ഞാൻ തന്നെ കാശ് കൊടുത്തേട്ടോ, 50 രൂപ ഈ മുല്ലപ്പൂവിന്. അപ്പോൾ സ്ലൈഡിൽ ഞാൻ ചോദിച്ചു, അയാളുടെ സ്ലൈഡിൽ തന്നു എനിക്ക് കേട്ടോ. സ്ലൈഡൊക്കെ വാങ്ങിച്ച് ഞാൻ മുല്ലപ്പൂ വെച്ചു. പൂ വയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. അടിപൊളി മുല്ലമാല കിട്ടി. ഞാനത് തലയിൽ വെച്ച് പോരാണ്. അങ്ങനെ എന്ത് ഭംഗിയാണെന്നറിയോ, ഇടയ്ക്ക് ഒരു മറ്റേ പൂവുണ്ട്. അടിപൊളിയല്ലേ, എനിക്ക് ഇഷ്ടമായി. ഇനി ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴും നമ്മൾ വന്ന വഴി തന്നെ കേട്ടോ. അപ്പോൾ കടകളുണ്ടല്ലോ, ആ കടകളിലൊക്കെ ഒന്ന് കയറാൻ വെച്ചു. ഞങ്ങളുടെ കൂടുതൽ ആൾക്കാരൊക്കെ വഞ്ചിയിൽ കയറാൻ പോയിട്ട് അതിൻ്റെ പാറയിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഞങ്ങൾ രാജേട്ടനെ വിളിച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കടയിൽ നിന്ന് കയറാൻ വെച്ചു. നോക്കൂ, ശംഖ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഐറ്റംസാണ്. എന്താ രസമല്ലേ. ഓ, കണ്ണഞ്ചിപ്പിക്കുന്നെന്ന് പറയില്ലേ, ഇത് മുഴുവൻ കണ്ണാടിയാ. കണ്ണാടികളാണ് കണ്ടോ. അപ്പോൾ ദേവീ ദർശനവും തൊട്ടടുത്തുള്ള കടകളിലെ പറയില്ലേ ഇങ്ങനെ, കന്യാകുമാരിയിൽ വന്നാൽ ശംഖുമാല വാങ്ങണം, ശംഖിൻ്റെ കണ്ണാടി വാങ്ങണം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ കന്യാകുമാരിയിലെ ശംഖുമാല, വിവിധങ്ങളായിട്ടുള്ള കളറിലുള്ള മണലൊക്കെ ഉണ്ട് ഇവിടെ കടപ്പുറത്ത്. നമ്മൾ അവിടേക്കൊന്നും നോക്കണില്ല. ഉദയം കാണാൻ പോയി അതൊക്കെ കാണാമായിരുന്നു. നമുക്ക് കണ്ണാടിയാണ് കേട്ടോ ഫുള്ളും. ആൾക്കാർ കണ്ണാടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഭയങ്കര വില, 600 രൂപയ്ക്ക് വില. നമ്മൾ ദൂരേക്ക് കൊണ്ടുവരുമ്പോഴേ ചിലപ്പോൾ പൊട്ടെങ്ങാനും ചെയ്താലോ വീട്ടിലെത്തുമ്പോഴേക്കും. അതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ. ശംഖൊക്കെ നോക്കി, ഭയങ്കര വിലയാണ് ശംഖിന്. 1600 രൂപ, 600 രൂപ, പല വിലയുണ്ട്. പിന്നെ ഞാൻ കയ്യും വിടുന്ന 2 സാധനമൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ കന്യാകുമാരി ദേവിയുടെ അമ്പലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഉൾഭാഗം കാണാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ചുറ്റും ഒന്ന് പ്രദക്ഷിണം വെച്ചു. അതിൻ്റെ കടലിൻ്റെ തീരഭാഗം
കണ്ടു, ഇതാണ് ഞാൻ വാങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങൾ പോയിരുന്നു കേട്ടോ. ഇനി പോന്നിട്ട് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തുകയാണ് ഞാൻ. ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും അവിടെ ബോട്ടിന് ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ടിക്കറ്റിന് എന്താ വില എന്നൊന്നും അറിയില്ല കേട്ടോ. ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അങ്ങനെ സൗകര്യമൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായോ കുഞ്ഞു വീഡിയോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ.